ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. അതുകൊണ്ട് കുടുംബത്തിൽ അമ്മയില്ലാത്ത കുടുംബത്തിലെ മക്കളെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെ സങ്കടവും അവിടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ കണ്ടുകഴിഞ്ഞ പരിശുദ്ധ അമ്മ കാൽവരി മലയിൽ വെച്ച് ദൈവമായ കർത്താവ് യേശു കർത്താവ് നമുക്ക് സ്വന്തം അമ്മയായി തന്നിരിക്കുക. ആ അമ്മയുടെ ശിക്ഷണത്തിലും പരിലാളനയിലുമാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മാതാവ് വഴി ഈശോയിലൂടെ പിതാവായി ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മരിയ മിനിസ്ട്രി, അതുപോലെ തന്നെ വൈകിട്ടുള്ള ജപമാല പ്രദക്ഷിണം, ഇതിലൊക്കെ നമ്മൾ സംബന്ധിക്കുന്ന വിശ്വസ്തയോടുകൂടി നമ്മൾ സംബന്ധിക്കുന്ന ഒരു വലിയ സമൂഹത്തെ കണ്ടുമുട്ടുകയാണ്. അവർ പറയുകയാണ്, ജപമാല പ്രദക്ഷിണം പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ കുടുംബത്തിൻ്റെ പല പ്രശ്നങ്ങളും മാതാവ് എടുത്തു മാറ്റി. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, സ്ഥിരമായി വന്നിരുന്ന രോഗങ്ങൾ മാറി. മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം, അഭിലാഷം, അഭിനിവേശം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് കരുണയുടെ പുത്രനെ വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലാൻ പോകുന്ന സമയത്ത് നമ്മൾ കരുണയുള്ളവരായിരിക്കാൻ കർത്താവാണ് നമുക്ക് കൃപ നൽകുന്നത്. ഭവനത്തിൽ കരുണ കിട്ടാത്തതിൻ്റെ പേരിൽ മക്കൾ വാടിക്കരിഞ്ഞു പോകുന്നുണ്ടാകാം, ഭാര്യ ഭർത്താവ് വാടിക്കരിഞ്ഞു പോകുന്നുണ്ടാകാം. ദൈവമായ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നെ വിശ്വസിക്കുവിൻ, ദൈവത്തിനെ വിശ്വസിക്കുവിൻ. പിതാവായ ദൈവത്തെയും അവിടെ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ പിതാവായ ദൈവത്തെയും അവിടെ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ സ്വന്തമാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ പരിശുദ്ധ യേശു കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയിൽ തന്നിരിക്കുന്ന ഒരു ആത്മീയ ആയുധമാണ് കരുണയുടെ ജപമാല. നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥന ചൊല്ലാം. കരങ്ങൾ യാചനാരംഭത്തെ വിളിച്ചുകൊണ്ട് എളിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിച്ച് യേശുവേ, യേശുവേ വിളിച്ച് സ്വരമുയർത്തി സ്വരമുയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്താൻ, സ്വർഗത്തോളം എത്തിച്ചേരേണ്ട നമ്മുടെ ജീവിതം ഈ മണ്ണിൽ അവസാനിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതം സ്വർഗത്തോളം എത്തിച്ചേരേണ്ട നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ കരുണയുടെ പ്രാർത്ഥന നമ്മെ ഏറ്റവും സഹായിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കൈകൾ കൂപ്പി അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. കർത്താവായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവമഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളമായി വെളിവാക്കപ്പെടുവാൻ നമുക്ക് ഈ നിമിഷം തീക്ഷ്ണമായി ഈ കരുണയുടെ ജപമാലയിൽ പങ്കുചേരാം. കരുണയുടെ ഒന്നാം രഹസ്യത്തിൽ എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, അവരുടെ ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ കൃപാധികത്തിന്റെ തണലിലേക്ക് എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ അവരുടെ ശാരീരികവും ആത്മീയവും മാനസികവുമായ എല്ലാ വ്യതകളും നീക്കി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും നിങ്ങൾ രക്ഷകന്റെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിധാരണമായ
പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ കരുണയുടെ രണ്ടാം രഹസ്യത്തിൽ സാമ്പത്തിക തകർച്ച മൂലം ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കർത്താവേ, സാമ്പത്തിക തകർച്ചയുടെ ഒഴിവാക്കിൽ എത്തി നിൽക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനം മൂലം ചൂടുവാനും സന്തോഷവും സമാധാനവും സമ്പത്തും പുനരുദ്ധരിക്കപ്പെടുന്നതിനു വേണ്ടി അങ്ങയുടെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രഹസ്യത്തിൽ പങ്കുചേരാം. നിത്യപിതാവേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുഖനം ഞങ്ങളുടെ രക്ഷകന്റെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ സാമ്പത്തിക കടപാടുകളുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടപാടുകളുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ
അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. ഇരുകരങ്ങളുയർത്തി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർദ്ദനെ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർദ്ദനെ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർദ്ദനെ, ഞങ്ങളുടെ മേലും സാമ്പത്തിക കടബാധ്യതയുള്ളവരുടെ മേലും കരുണയായിരിക്കണമേ. കരുണയുടെ മൂന്നാം ദിവസത്തിൽ ദാരിദ്ര്യം ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ആഹ്ലാദാരവത്തോടെ അവർ സീനായ് മലയിലേക്ക് വരും. കർത്താവിന്റെ വിശുദ്ധ ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയിൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ ഒരു തോട്ടം പോലെയാകും. അവർക്കിനി ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. കർത്താവായ ഈശോയെ, ദാരിദ്ര്യാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും മേലും അങ്ങയുടെ കരുണ നിതാന്തം വർഷിക്കണമേ എന്ന് ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതരും ഞങ്ങളുടെ രക്ഷകരും കർത്താവുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ.
കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. കർത്താവെ, യുദ്ധമുഖത്തു നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ വരുത്തിവെച്ച കെടുതികളിൽ നിന്നും ഓടിയകുന്ന അഭിനാർത്ഥികളായി പലായനം ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യത്തിന് നിലകളുമായ ആ മക്കളുടെ സാന്ത്വനവും അപേക്ഷയുമായി വർദ്ധിക്കണമേ എന്ന് ഈ രഹസ്യത്തിൽ അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒട്ടിന്മേലായിരുന്നത് ഈ രഹസ്യത്തിൽ ചെയ്യാം. നിന്റെ പിതാവേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും എല്ലാ അഭയാർത്ഥികളുടെയും മേലും കരുണയായിരിക്കണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെ കുറിച്ച്, എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠരാകേണ്ട. വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവനും ശ്രേഷ്ഠമല്ലേ. കർത്താവേ, ഒരു ജോലി ലഭിക്കാത്തതിൽ വിശ്വസന്ധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം ചൊരിഞ്ഞ് ആഗ്രഹിക്കുന്ന ജോലി നൽകി ആ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ യാചന രൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. നിന്റെ പിതാവേ, നിന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. ഇരുകരങ്ങളെ സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തേ, ഞങ്ങളുടെ മേലും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ. നമ്മൾ കരുണയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ കരുണയുടെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ഒരു ഉച്ച മുറിക്കകത്തിരുന്ന് കരുണയുടെ ഒരു പ്രാർത്ഥന ഒരു വല്യമ്മ ചെല്ലുമ്പോൾ ആ കരുണയുടെ ആത്മാവ് അമ്മയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. ആ അമ്മയിലൂടെ കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് തലമുറയിലേക്കുമാണ് ഈ കരുണ ഒഴുകുന്നത്. അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ കുറിച്ച് പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് കുറിച്ച് കഴിയുമ്പോൾ ദൈവസ്നേഹം ഒരു അപ്പന്റെ ഹൃദയത്തേക്ക് കടന്നു ഒഴുകുകയും ആ അപ്പനിൽ നിന്ന് മക്കളിലേക്ക് തലമുറയിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. നമ്മളിത് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് തിരുലിഖിതം പ്രസ്താവിക്കും പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നത്. ഇത് നമ്മൾ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ
നമ്മൾ ഒരു അത്ഭുത സൃഷ്ടികളായി മാറുമെന്ന് അതാണ് കർത്താവ് പറയുന്നത്. ദൈവം പറയുന്ന നമ്മൾ വിശുദ്ധ കുർബാന എൻ്റെ ശരീര രക്തമാണ്, ഇത് വിശ്വസിക്കുക. നമ്മൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഈശോയാണെന്ന് അറിയാം. പക്ഷേ ആ കുർബാന സ്വീകരണത്തിൽ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ അത്ഭുത സൃഷ്ടികളായി മാറും. ഇപ്പൊ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോവാണ്. പരിശുദ്ധാത്മ എന്നിൽ വന്ന് നിറയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പലതരത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് വന്നവരോട് കർത്താവ് പറയണം, മകളെ, ആത്മാവ് വന്നു കഴിഞ്ഞാൽ നീ ശക്തി പ്രാപിക്കും. നിന്റെ വീട്ടിലും നിന്റെ ഓഫീസിലും നിന്റെ കളിസ്ഥലത്തും ജോലി സ്ഥലത്തും നിന്റെ കൃഷി സ്ഥലത്തും നീ സാക്ഷിയായി മാറാൻ പോകുന്നു. ആ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അത് പരമോന്നതമായി തീരുന്നു. പരിശുദ്ധം വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി കിട്ടുന്നത്. പരിശുദ്ധം വന്ന് കഴിയുമ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിത്തീരുന്നത്. പരിശുദ്ധം വന്ന് കഴിയുമ്പോഴാണ് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിത്തീരുന്നത്. പരിശുദ്ധം വന്ന് കഴിയുമ്പോഴാണ് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ എന്റെ ഏത് ജീവിത സാഹചര്യമാണോ അവിടേക്ക് കർത്താവിന് കടന്നു വരാൻ സാധിക്കും. കരങ്ങൾ തുറന്ന് വിളിച്ച് കർത്താവിനെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കണ്ണുകളാക്കി ആരും ആരെയും നോക്കട്ടെ, ശ്രമിച്ച് പ്രാർത്ഥിക്കുക. എടുത്ത് മണ്ണിൽ ആക്കട്ടെ. എന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴികട്ടെ, എന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ഒഴികട്ടെ, എന്റെ ഹൃദയത്തിൽ നിന്ന് ജീവശക്തി ഒഴികട്ടെ. പരിശുദ്ധ അമ്മയുടെ തുല്യമായിരിക്കുന്ന സഹായം കൊണ്ട് നൽകട്ടെ. ശൈലിക്ക് എഴുന്നേറ്റ് വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് എന്റെ ഹൃദയത്തിൽ വന്ന് നൽകട്ടെ. പറയുന്നവരെ സൃഷ്ടിച്ചപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിന് വന്ന് നൽകട്ടെ. രണ്ട് കരമുയർത്ത പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണേ. പരിശുദ്ധാത്മാവെ ആ ആത്മാവ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന് നൽകട്ടെ.
വചനം നമ്മളോട് പറയുന്നു, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമിയ 31:25. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. സ്വസ്ഥാനിക്കും.